പ്രതിസന്ധികളെല്ലാം ഒടുവിൽ ഇതാണ് ആർ.ജെ. ബാലാജി സൂര്യ സിനിമ കറുപ്പ് തിയേറ്ററിലെത്തിയത്. നായിക തൃഷയും ഫസ്റ്റ് ഷോ കാണാൻ സിനിമയുടെ അണിയറപ്രവർത്തകർ എത്തിയിരുന്നു. സിനിമയുടെ ഓഡിയോ ലോഞ്ചിന് തൃഷ പങ്കെടുത്തിരുന്നില്ല. ചടങ്ങിന് തന്നെ ആരും ക്ഷണിച്ചിട്ടില്ലെന്നാണ് അന്ന് പ്രതികരിച്ച നടി പറഞ്ഞത്. പിന്നീട് എല്ലാം രമ്യതയിൽ എത്തിയതുകൊണ്ടാകാം സോഷ്യൽ മീഡിയ വഴി സിനിമയ്ക്ക് ആവേശം പ്രൊമോഷനും റിലീസ് ദിവസം ആദ്യ ഷോ കാണാനും നടി എത്തിയതും. സിനിമയ്ക്ക് കേരളത്തിൽ സമ്മിശ്ര പ്രതികരണമാണ് ലഭിക്കുന്നത്. അതേസമയം സിനിമ കണ്ട് മടങ്ങാൻ ഒരുങ്ങിയ തൃഷയുടെ ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയും പുതിയ ചർച്ചകൾക്ക് വഴിതെളിക്കുകയും ചെയ്തു. വെള്ളിയാഴ്ച ചെന്നൈയിലെ രോഹിണി സിൽവർ സ്ക്രീനിൽ തിയേറ്ററിൽ നടന്ന കറുപ്പിൻ്റെ ഫസ്റ്റ് ഷോ കാണാനെത്തിയ തൃഷയെ ആരാധകർ ആവേശത്തോടെ വളഞ്ഞു. സിനിമ കഴിഞ്ഞ് കാറിൽ മടങ്ങുന്നതിനിടെ ആരാധകർ നടിയുടെ ചിത്രങ്ങളും വീഡിയോയും പകർത്തുകയും സംസാരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. കറുത്ത ടീഷർട്ടും ജീൻസും ധരിച്ചെത്തിയ തൃഷയുടെ വീഡിയോ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. കാറിൽ വളഞ്ഞ ആരാധകരിൽ ഒരാൾ ദളപതിയോട് ഞാൻ അന്വേഷിച്ചതായി പറയണം എന്ന തമാശയായി പറയുന്നു. ആരാധ്യൻ്റെ ചോദ്യം കേട്ട തൃഷ നാണത്തോടെ ചിരിക്കുന്നതും കണ്ടിപ്പ എന്ന മറുപടി പറയുകയും ചെയ്യുന്നതിൻ്റെ വീഡിയോയിൽ കാണാം. പിന്നീട് തല താഴ്ത്തി മൊബൈലിൽ ടൈപ്പ് ചെയ്യുന്നതിനിടയിലും താരം ചിരി അടക്കാൻ പാടുപെടുന്നതും കാണാം. ഒടുവിൽ ആരാധകർ പേര് വിളിച്ചപ്പോൾ കൈവീശി കാണിക്കാനും താരം മറന്നില്ല. പുതിയ വീഡിയോ വൈറലായതോടെ ബോളിവുഡിലെ രണ്ട് താരങ്ങളുമായാണ് തൃഷയും വിജയും സോഷ്യൽ മീഡിയയിൽ ഉപമിച്ചത്. ഇന്ന് തൃഷയുടെ മുഖത്ത് കണ്ട അതേ ചിരിയും നാണവും വർഷങ്ങൾക്ക് മുമ്പ് ഷാറുഖ് ഖാനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ പ്രിയങ്ക ചോപ്രയുടെ മുഖത്തും കണ്ടിരുന്നു എന്നാണ് ചിലർ കുറിച്ചത്. ഒരു കാലത്ത് പ്രിയങ്ക ഷാറുഖ് സൗഹൃദം പ്രണയത്തിലേക്ക് വഴിമാറിയതായി പ്രചരിച്ചിരുന്നു. ഇരുവരും അത് തുറന്ന് സമ്മതിച്ചിട്ടില്ലെങ്കിലും ആ റൂമറുകൾ സത്യമാണെന്ന് വിശ്വസിക്കാൻ പാകത്തിലുള്ള തെളിവുകൾ ഇരുവരും പ്രേക്ഷകർക്ക് നൽകിയിരുന്നു. എസ്.ആർ.കെയെക്കുറിച്ച് ചോദിക്കുമ്പോൾ പ്രിയങ്ക ചോപ്ര ബ്ലഷ് ചെയ്യുന്ന ആ പഴയ ബിഹൈൻഡ് ദ സ്ക്രീൻ ക്ലിപ്പ് ഓർമ്മ വരുന്നു. വിജയും ഷാറുഖും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. എസ്.ആർ.കെ തൻ്റെ കുട്ടികളോട് വളരെ ഒബ്സൈസ്ഡായ ആളാണ്. അദ്ദേഹം വളരെ പ്രസന്റായ ഒരു അച്ഛനാണെന്ന് വ്യക്തമായി തോന്നും. അതേസമയം ഗൗരി സംഗീതയേക്കാൾ സോഷ്യലും ഇൻഡസ്ട്രിയിൽ കൂടുതൽ പവറുള്ള ആളുമാണ്.